നമസ്കാരം. 2023 ഡൽഹി ഓട്ടോ എക്സ്പോ, ഇപ്പോൾ അത് ഭാരത് മൊബിലിറ്റി എക്സ്പോ എന്നൊക്കെയാണ് അതിനെ വിളിക്കുന്നത്. ആ ഒരു ഷോയിൽ ജിംനിയുടെ കൂടെ മറ്റൊരു വാഹനത്തെ മാരുതി സുസുക്കി അവതരിപ്പിച്ചു. അത് ഫ്രോങ്സ് ആണ്. അപ്പോൾ ഇതിനു മുമ്പ് ഈ ഒരു വാഹനം ബലീനോ ക്രോസ് എന്നുള്ള പേരിലൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത് എന്ന് പറഞ്ഞാൽ വാഹനം വരുന്നതിന് മുമ്പ് ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായല്ലോ. അപ്പം ക്യാമോഫ്ലാജ് ചെയ്തിട്ടുള്ള അത്തരം വാഹനങ്ങളൊക്കെ കാണുന്ന സമയത്ത് ആളുകൾ അതിനെ ഒരു ബലീനോ ക്രോസ് എന്നുള്ള രീതിക്കാണ് കണ്ടിരുന്നത്. അത്തരം നെയിം പ്ലേറ്റിലൊക്കെ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഈ ഒരു വാഹനത്തിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് വീഡിയോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ റീസെൻ്റായിട്ട് കുറച്ച് വീഡിയോസ് വരുന്നുണ്ട് ഈ ഒരു വാഹനത്തിൻ്റെ ഫേസ് ലിഫ്റ്റ് വരാൻ പോവുകയാണ് എന്നുള്ള രീതിക്ക്. നിലവിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, അല്ലെങ്കിൽ നമ്മുടെ ചെറിയൊരു റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് പറയുന്നത്, നിലവിൽ ഈ കാണുന്ന വീഡിയോസ് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഇത്തരം പിക്ചേഴ്സ്, വീഡിയോസ്, ഈ കാര്യങ്ങളെല്ലാം പഴയ ഫ്രോങ്സ് 2023 ഫ്രോങ്സ് വരുന്നതിന് മുമ്പ് വാഹനത്തെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ വീഡിയോസൊക്കെയാണ് ഇപ്പോഴും പ്രചരിക്കുന്നത്. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ബലീനോയ്ക്ക് തീർച്ചയായിട്ടും ഒരു അപ്ഡേഷൻ വരുന്നുണ്ടായിരിക്കും. അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തതുമാണ്. ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ഫ്രോങ്സ് എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഫേസ് ലിഫ്റ്റ് എപ്പോൾ വരും, ഇനി നമ്മൾ ഫേസ് ലിഫ്റ്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കണമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. കാരണം മാരുതി സുസുക്കിയുടെ ലൈനപ്പിൽ അത്യാവശ്യം നല്ല എൻജിൻ സ്പെസിഫിക്കേഷനുള്ള വാഹനങ്ങളിൽ ഒന്ന് ഫ്രോങ്സ് ആണ്. ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻജിൻ പേയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു, ഇതിനൊരു ബലീനോ ക്രോസ് എന്നുള്ള രീതിക്കാണ് ആളുകൾ ആദ്യമൊക്കെ കണ്ടിരുന്നത്. പക്ഷേ അതല്ല, ഇതിനൊരു പുതിയ വാഹനമായിട്ടാണ് അവതരിപ്പിച്ചത്. ഇതിൻ്റെ ഏറ്റവും പ്ലസ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് വളരെ മികച്ച എൻജിനാണ്. നമുക്കറിയാം KTEL N എന്ന് പറയുന്ന എൻജിൻ ഈ ഒരു വാഹനത്തിന് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു എൻജിൻ തന്നെയാണ്. വളരെ സൈലൻ്റ് ആണ്. ഈ ഒരു എൻജിൻ സ്പെസിഫിക്കലി ട്യൂൺ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം പവറിനും മൈലേജിനും വേണ്ടിയിട്ടാണ്. 89 bhp പവർ, അതൊരു 6000 RPM ഈ ഒരു എൻജിൻ ജനറേറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു 113 Nm ടോർക്ക്, അതൊരു 4500 to 5000 RPM അതിനുള്ളിലാണ് ആ ഒരു ടോർക്ക് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നാച്ചുറൽ ആസ്പിറേറ്റഡ് 4 സിലിണ്ടർ എഞ്ചിനുകൾ അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. നല്ല നല്ല എഞ്ചിനുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ ഒരു ബൂസ്റ്റർ ജെറ്റ് എഞ്ചിനും കൂടി ഉണ്ട്. അത് 1 ലിറ്റർ ആണ്. അത് 3 സിലിണ്ടറാണ്. 998 cc ആണ്. കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 98.69 bhp ആണ്. അത് 5500 RPM ജനറേറ്റ് ചെയ്യുന്നു. പക്ഷേ ടോർക്കിലേക്ക് വരുമ്പോഴത്തേക്കും 147.6 Nm ടോർക്ക്, അതൊരു 2000 to 4500 RPM ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഈ രണ്ട് എൻജിൻ വകഭേദത്തിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ അടുത്ത കാലത്തൊന്നും, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന നിയർ ഫ്യൂച്ചറിലൊന്നും ഈ ഒരു വാഹനത്തിൻ്റെ ഫേസ് ലിഫ്റ്റ് വരാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ബലീനോയുടെ ഫേസ് ലിഫ്റ്റ് തീർച്ചയായിട്ടും വരും. അതിനുശേഷം ഈ ഒരു വാഹനത്തിൻ്റെ ഫേസ് ലിഫ്റ്റ് വരുമോ എന്ന് ചോദിച്ചാൽ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം 2027 ആകുമ്പോഴത്തേക്കും കഫേ നോംസ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കഫേ നോംസ് 3 അങ്ങനെ വരുമ്പോഴത്തേക്കും അതിന് മുന്നോടിയായിട്ടാണ് പല വാഹന നിർമ്മാതാക്കളും അവരുടെ മികച്ച എഞ്ചിനുകളെ നിർത്തലാക്കുകയും, ഇപ്പോൾ ഞാൻ എടുത്ത് ഈ ഒരു കാര്യം പറയുന്നില്ല, ഇഗ്നിസൊക്കെ നിർത്തലാക്കിയതിന് പിന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് KTEL M എന്ന് പറയുന്ന എഞ്ചിനാണ് അതിലിരുന്നത്. ആ ഒരു വാഹനത്തിന് കാര്യമായിട്ടൊരു അപ്ഡേഷനൊന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു ഹിൽ ഹോൾഡ് കൊടുത്തു, അല്ലെങ്കിൽ ഹിൽ ഹോൾഡ് എന്ന് പറയാൻ വഴിയില്ല, ഹിൽ അസിസ്റ്റ് തീർച്ചയായിട്ടും ആ ഒരു വാഹനത്തിലേക്ക് വന്നു. പിന്നെ ആ ഒരു വാഹനത്തെ BS6 2.0 എമിഷൻ നോംസിന് വിധേയമാക്കി. ഈ ഒരു രണ്ട് കാര്യം മാത്രമാണ് അതിൽ വന്നത്. പക്ഷേ ഇവിടെ KTEL N എന്ന് പറയുന്ന എഞ്ചിനാണ്. ഇനി വരാൻ പോകുന്ന ഫ്രോങ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് 2030 ഒരു സാധ്യത എന്ന് പറയുന്നത്. 2028-30 ആ ഒരു കാലഘട്ടത്തിലായിരിക്കാനാണ് സാധ്യത. പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ ഒരു കാലഘട്ടത്തിൽ ഈ മാരുതി ലൈനപ്പിലെ മിക്കവാറും വാഹനങ്ങളൊക്കെ സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും. അങ്ങനെ വരുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഇതിൻ്റെ ഇടയിലൂടെ ഒന്ന് പറഞ്ഞു എന്നതേ ഉള്ളൂ, ഈ ഫ്രോങ്സ് എന്ന് പറയുന്ന വാഹനത്തിൽ ADAS ലെവൽ 2 ഒക്കെ ഫിറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരുപാട് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ ഒരു ADAS എത്രത്തോളം ഉപകാരപ്രദമാകും, ഗ്ലോബൽ കാലിബ്രേഷനുള്ള ADAS ലെവൽ 2 ഇന്ത്യൻ സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്ന് അതിന് ടെസ്റ്റ് ചെയ്യുകയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഓൾ വീൽ ഡ്രൈവ് വാഹനത്തെയൊക്കെ ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള വാർത്തകളൊക്കെ വെളിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രൈസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാരുതി സുസുക്കി സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിൽ വാഹനങ്ങൾ കൊണ്ടുവരുന്നത് തന്നെ ഈ ഒരു 5% GST ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ്. ടാറ്റ അതിനെ നല്ല രീതിക്ക് ഒബ്ജക്റ്റ് ചെയ്യുന്നുണ്ട്, എന്താവുമെന്നറിയില്ല. എന്നാൽ പോലും ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇനി ഇതിനൊരു അപ്ഡേഷൻ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും അതിനെ സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ പറയുന്നുണ്ടല്ലോ 35 മുതൽ 40 കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കുന്ന മാരുതി കാറുകൾ വരാൻ പോകുന്നു. ഇലക്ട്രിക് കാറുകളുടെ അതേ വിലയിൽ ഇനി ICE വാഹനങ്ങൾ ലഭിക്കാൻ പോകുന്നു. അതെല്ലാം നമ്മൾ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ ഇനി സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിലേക്കാണ് പോകുന്നത്. 4 സിലിണ്ടർ എഞ്ചിനുകൾ ഇനി പ്രൊമോട്ട് ചെയ്യില്ല. നമുക്ക് ആ സെക്ടൽ എന്ന് പറയുന്ന 111 Nm ടോർക്കും അപ്രോക്സിമേറ്റ്ലി ഒരു 88 bhp പവറും നൽകുന്ന ആ ഒരു 3 സിലിണ്ടർ എഞ്ചിനായിരിക്കും നമ്മുടെ ഇപ്പോൾ മാരുതി സുസുക്കിയുടെ തന്നെ ഡിസയറിലും സ്വിഫ്റ്റിലൊക്കെ കാണുന്ന ആ ഒരു സെയിം എഞ്ചിനായിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എഞ്ചിനുകൾ അല്ലെങ്കിൽ എഞ്ചിൻ എന്ന് പറയുന്ന ആ ഒരു കോമ്പണൻറ്റിന് വലിയ റോളില്ല എന്നുള്ളതാണ്. അത് റോളില്ല എന്ന് പറഞ്ഞാൽ റോളുണ്ട്, അതൊരു ജനറേറ്ററായിട്ട് ആക്ട് ചെയ്യും. നമ്മൾ പല വീഡിയോസിലും ഇതിൽ പറഞ്ഞതാണ്. പക്ഷേ മോട്ടറായിരിക്കും വീലുകളെ ചലിപ്പിക്കുക. അപ്പോൾ ആ ഒരു 5% GST എന്ന് പറയുന്ന അതിനൊരു ഇലക്ട്രിക് കാർ എന്നുള്ള രീതിക്കായിരിക്കും കമ്പനി അവതരിപ്പിക്കാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഒരു വാഹനം വളരെ കുറഞ്ഞ വിലയ്ക്ക്, അതായത് ഒരു ഇലക്ട്രിക് കാറിൻ്റെ അത്ര വില കൊടുക്കേണ്ട കാര്യവുമില്ല, അത്യാവശ്യം വിലയുള്ള ഒരു പെട്രോൾ കാറിൻ്റെ വില കൊടുത്താലും മതി, ആ ഒരു രീതിക്ക് നിൽക്കും. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു വാഹനത്തിൻ്റെ ഫേസ് ലിഫ്റ്റ് ഉടൻ തന്നെ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഫ്രോങ്സിൻ്റെ ഫേസ് ലിഫ്റ്റ് വരുന്നുണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു നിൽക്കുന്ന ആളുകളോട് എനിക്ക് വളരെ വിനയത്തോടു കൂടി ഒരു കാര്യമേ പറയാനുള്ളൂ. ഈ അടുത്ത കാലത്തൊന്നും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന നിയർ ഫ്യൂച്ചറിലൊന്നും ഫ്രോങ്സിന് ഒരു ഫേസ് ലിഫ്റ്റ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം നല്ല രീതിക്ക് ആ ഒരു വാഹനം ഇപ്പോൾ തന്നെ വിൽക്കുന്നുണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് താഴ്ന്ന ഒരു സീറ്റിംഗ് പൊസിഷനാണ്. അതുമാത്രമല്ല കുറച്ചധികം ബ്ലൈൻഡ് സ്പോട്ട്സ് ഈ ഒരു വാഹനത്തിലുണ്ട്. ബാക്കിലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ ഇപ്പോൾ ഒരു തലയണയോ അല്ലെങ്കിൽ ഒരു ഷോയ്ക്ക് ഒരു പാവയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് ബാക്കിലെ ഗ്ലാസ്സിലൂടെ ഒന്നും കാണാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഡിസൈൻ വണ്ടി പുറത്തുനിന്ന് കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷേ അകത്ത് കയറി ഇരിക്കുമ്പോഴുള്ള ചില ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ട്. വൊമിറ്റിംഗ് ടെൻഡൻസിയൊക്കെ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഈ ഒരു വാഹനത്തിൽ കയറിയ സമയത്ത്. ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന സമയത്ത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകം തന്നെയാണ്. സീറ്റിംഗ് പൊസിഷൻ കുറച്ച് താഴ്ന്നാണ് ഇരിക്കുന്നത്. അപ്രൈറ്റ് സീറ്റിംഗ് പൊസിഷനുള്ള അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉള്ള വാഹനങ്ങളൊക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഈ ഒരു വളരെ വലിയൊരു കാര്യം തന്നെയാണ്, അതൊരു വലിയൊരു കൺസേൺ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗിലൂടെ പറയാൻ ആഗ്രഹിച്ചത് ഫ്രോങ്സ് എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഫേസ് ലിഫ്റ്റ് വരും എന്ന് പറഞ്ഞ് പ്രചരിക്കുന്ന വീഡിയോസൊക്കെ യഥാർത്ഥത്തിൽ ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നതിന് മുമ്പ് നടത്തിയ ടെസ്റ്റ് ഡ്രൈവ് വീഡിയോസ് അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് ഫ്രോങ്സിൻ്റെ സീരീസ് ഹൈബ്രിഡ് ടെക്നോളജി വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഫ്രോങ്സിൻ്റെ അല്ല, ഫ്രോങ്സ് എന്ന് പറയുന്ന വാഹനം, അത് മാത്രമല്ല സ്വിഫ്റ്റ്, ബലീനോ, പ്രധാനമായിട്ടും ബ്രസ ഇങ്ങനെയുള്ള വാഹനങ്ങളിലൊക്കെ ഈ സീരീസ് ഹൈബ്രിഡ് ടെക്നോളജി വരും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിൻ്റെ സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.